ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടൺ കൂടി അമർത്തണം കേട്ടോ. ഓക്കെ, അനുമോള്, സാബു ആൻഡ് നെവിൻ കൂടി പൊരിഞ്ഞടിയായിരുന്നു കേട്ടോ. അത് നമ്മുടെ നെവിനെ അനുമോളെയും സാബുമാനെയാണ് നോമിനേറ്റ് ചെയ്തത്. രണ്ടാമതാണ് നെവിനെ നോമിനേഷന് വേണ്ടി വിളിച്ചത്. അതിനുശേഷം സാബുമാൻ വന്നിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്, സാബുമാന് ഭയങ്കര ട്രിഗറായി അന്ന് പറയുന്നത്, ഇവൻ മഹാതരികടയാണ്, ഇവൻ ജയിക്കാൻ പാടില്ല കേട്ടോ. ജനങ്ങളെ, പ്രേക്ഷകരെ, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, ഇവനെപ്പോലുള്ളവരെ ജയിപ്പിച്ച് വിടരുത് എന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട്. അപ്പം നെവിയും പറയുന്നുണ്ട്, ഓ നീ അനുമോളുടെ ചിലങ്കയല്ലേ, പോയി അനുമോൾ ഡാൻസ് കളിക്കുമ്പോൾ ഇരുന്ന് ഇളകിടാ, അങ്ങനെ നിനക്ക് പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാബുമാൻ പറയും, ആ നീ അക്ബറിൻ്റെ മൂട് തന്നെയല്ലേ, അപ്പോൾ നിനക്കും അതന്നെ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അക്ബറിനെ 3-4 ആഴ്ചയായിട്ട് നീ ഒന്നും പറയുന്നില്ല, നിനക്ക് പേടിയല്ലേ അക്ബറിനെ എന്ന് പറയുന്നുണ്ട്. അതെ, എനിക്ക് പേടിയാണ്, അവൻ നല്ലൊരു ഗെയിമറാണ്, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് എന്ന് പറയുന്നത്. ആ നീ ഒരു കള്ളനാടാ, സാബുമാൻ പറയട്ടെ, നീ ഒരു കള്ളനാടാ, ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് പറ്റില്ല, കൂടെ ആളുണ്ടായാൽ മാത്രമേ നീ ശരിക്കും കളിക്കൂ. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്. ആരാ പറയുന്നത്? സാബുമാൻ കേട്ടാ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ നെവിൻ പറയാം, ഓ നിനക്ക് അനുമോളുണ്ടല്ലോ, നീ ഒറ്റയ്ക്കൊന്നും ല്ലോ, പക്ഷെ അനുമോളെ കൂടെ നിന്റെ ലൈഫ് കോഞ്ഞാട്ടയായി, നശിച്ചു പോയി നീ എന്നൊക്കെ പറയും. അപ്പോൾ അനുമോള് പറയുന്നത്, എൻ്റെ കൂടെ കൂടിയിട്ട് ആരാടാ ജീവിതം, ഒരാളുടെ ജീവിതം പോയിട്ടില്ല കേട്ടോ. 2 പേരും കൂടിയിട്ട് ഇങ്ങനെ തർക്കം ഇങ്ങനെ മൂത്ത് നിൽക്കുകയാണ്. അതായത് 3 പേരും കൂട്ടി, അനുമോള്, സാബുമാൻ ആൻഡ് നെവിന് മുട്ട് തക്കം മൂത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് ചെയ്യുന്ന ഒരു ബാക്കിൽ ചെന്നിട്ട് ഇങ്ങനെ വരണ്ടകൾ ഇങ്ങനെ ഉരക്കില്ലേ, ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഷാനവാസ് ഭയങ്കര തന്ത്രപരമായിട്ട് കളിക്കുന്നത്. ഷാനവാസ് ഇങ്ങനെ കളിച്ച് പോകണമെങ്കിൽ ടോപ്പിലെത്തും കേട്ടോ, നന്നായിട്ട് കളിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ദുശീലങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട്, നീ ആതിരയുടെയും നൂറുടെയും വാലിൽ തൂങ്ങി കളിക്കരടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഓ നീ 5 വയസ്സായ കുട്ടികളെ കണക്ക് പെരുമാറുകയാണല്ലോ, രാത്രി ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ട് വാടീ വാടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ലേ നിൻ്റെ പണി, നാണമില്ലാത്തവൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാബുമ്മ പറയണ്ടേ, എനിക്ക് നിൻ്റെ സ്നേഹം വേണം, എനിക്ക് നിൻ്റെ സ്നേഹം വേണം എന്നും പറഞ്ഞ് നീ ബ്ലാങ്കറ്റ് ഇട്ടിട്ട് മറ്റുള്ളവരെ ഉറങ്ങാൻ വിടാതെ നീ പിടിച്ചിരുത്തിലട നിൻ്റെ പണി, എന്തൊക്കെയാണ് നീ ഇവിടെ കാണിക്കുന്നത്, നാണമില്ലാത്തവൻ എന്ന് സാബുമ്മാനും പറയണം. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഇവനൊരു പൊതുശല്യം ാണ്. അപ്പം നെവിൻ പറയാം, നീ പോയി കേസ് കൊടുക്കണി എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോള്, കേസ് കൊടുക്കുമെന്നല്ല ഞാൻ ചെയ്യാം, നല്ലത് അങ്ങോട്ട് തരും വെച്ചിട്ടെന്ന് പറയും. അപ്പം നിൻ്റെ വയറ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നു പറയും അനുമോള്. അപ്പം നെവിൻ പറയും, ഓ നിൻ്റെ പാവ എന്തേടി, അതിനെ ഞാനുണ്ടല്ലോ, എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നെവിൻ ഇങ്ങനെ പറയട്ടെ. അപ്പം അനുമോള് പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ, അല്ലാതെ ചുമ്മാ പേടിപ്പിക്കാതെ, പാവ, പെർഫ്യൂം ഇതൊക്കെ എടുത്ത്, മേക്കപ്പ് സെറ്റ് ഇതൊക്കെ എടുത്ത് പേടിപ്പിക്കാതെ നേരിട്ടിട്ട് വാടാ എന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട്, ഓ നിനക്കിപ്പോൾ നല്ല പാവയെ കിട്ടിയില്ലടി, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാബുമ്മ നിൻ്റെ പാവയല്ലേ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട്, ഓ ആടാ, നിന്നേക്കാൾ നല്ല മനുഷ്യനാടാ, നല്ല ഗെയിം